അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഇന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരു ദൈവവചനത്തെ അല്പനേരം നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുകയാണ്. ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഓരോ അളവിലുള്ള ദൂതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇവിടെ വന്നവരുടെ സാഹചര്യം, വന്നവരുടെ ഇന്നലത്തെ പ്രാർത്ഥനാ വിഷയം, ഇന്നലകളിൽ നിങ്ങളെ സങ്കടപ്പെടുത്തിയ വിഷയം, അതിനൊക്കെയുള്ള പരിഹാരമാണ് ഇന്ന് ദൈവവചനത്തിൽ കൂടെ നമുക്ക് തരാൻ പോകുന്നത്. ആമി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നാണ് ഇന്ന് ധ്യാനിക്കുന്നത്. 2 കൊരിന്ത്യൻസ് 2-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 2 verse 14 and 15 രണ്ട് വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആകുന്നു. മതി. നല്ല വാക്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുക. നമ്മൾ പ്രസംഗത്തിൽ കയറുന്നതിന് മുമ്പ് അതിന്റെ 11-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചു കേട്ടിട്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ധന്യനായ പൗലോസ്ലീഹ കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ കൊരിന്തിലെ സഭയെ ഈ 2 വാക്യത്തിനകത്തും നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, നിങ്ങൾ തോൽക്കാൻ പാടില്ല, നിങ്ങൾ ജയിക്കുന്നവരാകണമെന്ന് പൗലോസ് ഓർപ്പിച്ചുണർത്തുകയാണ്. നിങ്ങൾക്കറിയാം, മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് പരാജയം എന്നുള്ളത്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, ഭാവിയുടെ കാര്യത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, സാമ്പത്തിക നിലയിൽ പരാജയപ്പെട്ടവരുണ്ട്, വിശുദ്ധ ജീവിതത്തിൽ പരാജയപ്പെട്ടവരുണ്ട്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഏതു തരത്തിലുള്ള പരാജയം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യക്തിയാണെങ്കിലും ബൈബിള് നിങ്ങളോട് പറയുക, ആ പരാജയത്തിൽ നിങ്ങൾ ഒതുങ്ങരുത്, നിങ്ങളെ വിജയത്തിൽ എത്തിക്കുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഒരു മനുഷ്യന്, ചില ആൾക്കാർ പറയാറുണ്ട്, ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് 47 വയസ്സുണ്ട്, വിദ്യാഭ്യാസ കാലം തൊട്ട് എനിക്ക് പരാജയ. ഞാൻ 10-ാം ക്ലാസ്സിൽ പരാജയപ്പെട്ടു, +2-ൽ പരാജയപ്പെട്ടു, എന്നാലും ഞാൻ ജയിച്ചു. എഞ്ചിനീയറിംഗ് പരാജയപ്പെട്ടു. സ്തോത്രം. ഞാൻ പോയി ഒരു സ്ഥലത്ത് ജോലി ചെയ്തു, ആ കമ്പനി പൂട്ടി, അവിടെ പരാജയപ്പെട്ടു. ഞാനൊരു ബിസിനസ് തുടങ്ങി, അത് പരാജയപ്പെട്ടു. ഞാൻ കല്യാണം കഴിച്ച കുടുംബജീവിതം പരാജയപ്പെട്ടു. ഞാനൊരു വീട് വെച്ചു, ആ വീട് ജപ്തിയായി പരാജയപ്പെട്ടു. എനിക്ക് പരാജയം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നൊരു സന്ദേശം, ചില പരാജയങ്ങളോട് വിട പറയാൻ സമയമായിരിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് പരാജയത്തിന്റെ കൊടിയാണ് ശത്രു നിർത്തിയിരിക്കുന്നതെങ്കിൽ ഇന്ന് ആ കൊടി താഴണം. അവിടെ മറ്റൊരു കൊടി ഉയരണം, അത് ജയത്തിന്റെ കൊടിയാണ്. സ്തോത്രം. ചിലർ ചോദിക്കുന്നൊരു ചോദ്യം, എൻ്റെ പാപമാണോ, എൻ്റെ അശുദ്ധിയാണോ എൻ്റെ പരാജയത്തിന് കാരണം? ഞാനിന്ന് എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്ന ഭാഗത്തോടാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. കൊരിന്തിലെ സഭ പൗലോസിനാൽ സ്ഥാപിതമായ സഭയാണ്. ആ സഭയില് ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത അളവിലേക്ക് സഭയുടെ ആത്മീക നിലവാരം വളർന്നു. ഞാൻ തുടക്കത്തിലേ പറയാം, നമ്മൾ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പം ഒരു ചർച്ചിന്റെ വലിയ ബിൽഡിങ് നമ്മൾ കണ്ടു. അടിപൊളി ചർച്ച്, അതിന്റെ വലിയ ബോർഡും കണ്ടു. ബിൽഡിങ്ങും ബോർഡും കണ്ടുകൊണ്ട് ചർച്ച് വലിയതാന്ന് പറയരുത്, ആ ചർച്ചിലെ ആത്മീക നിലവാരമാ വലുതാകേണ്ടി. സ്തോത്രം. ഭൗതികമായിട്ടൊരു പള്ളി വെക്കുന്നതോ ഒരു ചർച്ച് വെക്കുന്നതോ ദൈവത്തിന് സ്തോത്രം, ഒരു വീട് വെക്കുന്നതോ ഒന്നും ബൈബിൾ അനുസരിച്ച് വലിയ കാര്യമല്ല. സ്തോത്രം. എന്നാൽ ആത്മീക ഉയർച്ച തകരാതെ സൂക്ഷിക്കുന്നതാണ് ഒരുവന്റെ ആത്മീക ജീവിതത്തിന്റെ വിജയം. അങ്ങനെ പൗലോസ് ദൈവസഭയുടെ നടുവിലെ ആത്മീകതയുടെ തീഷ്ണത നഷ്ടപ്പെട്ടു എന്ന് പൗലോസിന് മനസ്സിലായപ്പം പക്ഷം പിടുത്തവും അരുതാത്ത പലതും ആലയത്തിനകത്ത് കയറി വന്നപ്പോൾ പൗലോസ് കൊരിന്തിലെ സഭയ്ക്ക് ആദ്യം ഒരു ലേഖനം എഴുതി. അല്പകാലം കഴിഞ്ഞിട്ട് വീണ്ടും പൗലോസ് ഒരു ലേഖനം എഴുതുക. ആ ലേഖനത്തിനകത്ത് പൗലോസ് വെളിപ്പെടുത്തിയിരിക്കുക, ഒരിക്കലും നിങ്ങൾ തോക്കരുത്. തോക്കാതിരിക്കണമെങ്കിൽ സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. കർത്താവിന് സ്തോത്രം. എന്നിട്ട് പൗലോസ് വെളിപ്പെടുത്തുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ ക്രിസ്തുവിൽ ജയാളികളാണ്. പൗലോസ് പറയാ, നിങ്ങൾ ക്രിസ്തുവിൽ ആരാണ്? ജയാളികളാണ്. എല്ലാവരും കൂടെ പറഞ്ഞാൽ, നിങ്ങൾ ക്രിസ്തുവിൽ
രാവിലെ പരിങ്ങഞ്ഞു കുടിച്ച ക്ഷീണം പോലും ഇല്ലല്ലോ. കണ്ടോ, മിണ്ടുന്നില്ലല്ലോ. പരിങ്ങഞ്ഞു കുടിക്കുമ്പോൾ ഒരു ക്ഷീണം വരത്തില്ലയോ? കണ്ടോ, മിണ്ടുന്നില്ലല്ലോ. രാവിലെ ആഹാരം കഴിക്കുമ്പോൾ ഇന്നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, എത്ര ആഹാരം കഴിച്ചാൽ ഉടനെ ക്ഷീണം വരും. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ചിലർ ചോറ് കഴിച്ചാൽ ഉടനെ ഉറക്കം വരും. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ആമി, അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി വെച്ചെന്ന് പറ, ആമി, ക്രിസ്തുവിൽ നമ്മൾ ജയാളികളാന്ന് പറ. മരണ വീട്ടിൽ പറയുന്ന പോലെ ആരോട് പറയാന്? അലക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കണം, ക്രിസ്തുവിൽ നാം ആരാണ്? ജയാളികളാണ്. പൗലോസ് പറയാം, നിങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവം. തോറ്റ് നടക്കുന്നവനല്ല. ശത്രുവിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി പരാജയമെന്ന പടുകുഴികൾ ജീവിതം വീണുപോയെങ്കിൽ സഭ തിരിച്ചറിയണം, നീ പരാജയത്തിൽ നിൽക്കുന്നവനല്ല, നീ ഒരു ജയാളിയാണ്. ഓ ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് പറയാം, ഞാൻ ക്രിസ്തുവിൽ ആരാണ്? ജയാളിയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഒരാൾ ക്രിസ്തുവിലാകുന്ന എന്ന് പറയുന്നതിന്റെ ഭാഗം ധന്യനായ പൗലോസ് കൊരിന്തിലെ സഭയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി. ഇന്നലകളിലെ തോൽവി ഇന്നുകളിൽ മാറിപ്പോകണം. കാരണം നീ ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. യോഗത്തിന് വന്നതുകൊണ്ട് ക്രിസ്തുവിലാകത്തില്ല, കൈയടിച്ചത് കൊണ്ട് ക്രിസ്തുവിലാകത്തില്ല. ഒരുവൻ ക്രിസ്തുവിലാണെങ്കിൽ മനസ്സിന് മാറ്റമുണ്ടാകണം. ഒരുവൻ ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗലാത്യ ലേഖനം നമ്മൾ എടുക്കുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തില് ധന്യനായ പൗലോസ്ലീഹ ഗലാത്യയിലെ വിശ്വാസികൾക്ക് എഴുതുന്ന ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചേ. ക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. കണ്ടോ, ഒരുവൻ ക്രിസ്തുവിനായെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ ദൈവത്തിന്റെ മകനായെന്ന. ബൈബിൾ വായിക്കുക, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം തന്നിരിക്കുന്നു. അപ്പൊ ഈ രക്ഷിക്കപ്പെട്ടവരുടെ പ്രൗഢി എന്നാന്നറിയാമോ? അവൻ ദൈവ പൈതലാന്നുള്ളതാണ്. ഇനി നമുക്ക് ഇച്ചിരുടെ ഗഹനമായ ഭാഗത്തോട്ടൊന്ന് പോകാം. റോമർക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ 8-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാ, നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. മക്കളെങ്കിൽ ആരാണ്? അവകാശിയാണ്. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. ദൈവത്തിലെ അവകാശികളും ക്രിസ്തുവിൽ നമ്മൾ എന്തുവാണ്? കൂട്ടവകാശികളും. കൂട്ടവകാശിയാണ്. ഒരാമയും പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി നീ തോക്കേണ്ടവനല്ല, നീ ഒരു ജയാളിയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഞാൻ ഒരു ആത്മീക കാഴ്ച കാണുകയാണ്. നിന്റെ കുടുംബത്തിനകത്തുയർന്ന പരാജയത്തിന്റെ അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ വഴിമാറാൻ പോകുകയാ. ചില മാതാപിതാക്കളോട് പറയാം, നിന്റെ കുഞ്ഞിന്റെ പരാജയത്തിന്റെ അധ്യായം ദൈവം മടക്കുക. തിരിച്ചറിഞ്ഞോണം, നീ ക്രിസ്തുവിൽ. സ്തോത്രം. ഈ പരാജയം വരാൻ കാരണം എന്നാന്നറിയോ? ഈ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പം, ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് പൗലോസ് പറയാ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആർ? നിങ്ങൾ ആ വാക്യം കർത്താവിന്റെ മകള് വായിച്ച പോലെ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം. ബൈബിളിൽ ബുദ്ധിയില്ലാത്ത, ഇത് പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ്. ഗലാത്യ സഭയ്ക്ക് പൗലോസ് എഴുതുവാൻ കാരണം എന്നാന്നറിയാമോ? കർത്താവിന് സ്തോത്രം. കൃപയിൽ നിന്ന് നിയമത്തിലേക്ക് ഗലാത്യയിലെ വിശ്വാസികൾ പോയി. ന്യായപ്രമാണത്തിന് കൃപയിലേക്ക് വരണമെന്ന് പൗലോസ് ഗലാത്യ സഭയോട് പറയുന്നതാണ് ഗലാത്യ ലേഖനത്തിലെ വിവരണം. എന്ന് പറഞ്ഞാൽ കൃപയിൽ നിന്ന് നീ, ദൈവത്തിന് സ്തോത്രം, നിയമത്തിലേക്ക് പോകരുത്. നിയമത്തിൽ നിന്ന് നീ കൃപയിലേക്ക് വരണം. ഒരു നല്ല ഹല്ലേലൂയ. എന്നിട്ട് ആ സഭയോട് ചോദിക്കുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കുക. ഒരുവന്റെ ആത്മീക ജീവിതം തുടങ്ങുന്ന എപ്പോഴാണെന്നറിയാമോ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവന്റെ മുമ്പിൽ വരച്ചു കാണിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ക്രൂശിൽ ലഭിച്ച ജയം,
ക്രൂശിലൂടെ സാധ്യമായ കാര്യങ്ങൾ ഒരാളുടെ അകത്ത് ജ്വലിച്ചു നിൽക്കുമ്പോൾ ജീസസ് അവനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഓ ഹല്ലേലൂയ. ഇപ്പം ഗലാത്യ സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം കാര്യം അവിടെ പൗലോസ്ലീഹ വെളിപ്പെടുത്തുക. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ. കേട്ടോ, നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ആരെ വരച്ചു വെച്ചിരിക്കുക? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വെളിപ്പെടുത്താത്ത ഒരു യോഗവും യോഗമല്ല. ഒരാമയും പറഞ്ഞാട്ട്, രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് നിത്യത വരെ നിന്റെ മുമ്പിൽ നിന്ന് മായാത്തൊരു ചിത്രം ഉണ്ടാകണമെങ്കിൽ അത് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ചിത്രമാണ്. ചരിത്രത്തെ രണ്ടായി മാറ്റിയ ചരിത്ര പുരുഷനായ ക്രിസ്തു, ഹല്ലേലൂയ, അവന്റെ ക്രൂശിക്കപ്പെട്ട അനുഭവം ഓർക്കുമ്പോഴാ അറിയാതെ അകത്തുനിന്ന് ആരാധന ഉയരുന്നത്. അപ്പൊ ഒരു ദൈവവൈദ്യന്റെ ആത്മീക ജീവിതം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? ക്രൂശിൽ എന്തെല്ലാം ദൈവം സാധിച്ചു തന്നോ അത് ഓർക്കുമ്പോഴാണ്. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാകുന്ന ഭാഷയിലോട്ട് ഞാൻ ഈ ദൂതിനെ ഒന്ന് കൊണ്ടുവരാം. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥനയോടെ ഇരുന്നാൽ ഇന്ന് നിങ്ങൾക്ക് ജയാളിയായിട്ട് ഇവിടുന്ന് തിരിച്ചു പോകാം. സ്തോത്രം. നിന്റെ ലൈഫിൽ തോൽവി വരുത്തിയിട്ട് നാം ഇന്നും നിന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പലതിനകത്തും മറുപടിയുടെ ശബ്ദം മുഴങ്ങാൻ പോകുകയാണ്. നിങ്ങളുടെ അകത്ത് ഉണ്ടാകേണ്ടത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കെ. അടുത്ത വാക്യത്തിൽ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? പൗലോസ് പറയുക, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് എന്ത് ചെയ്തിരിക്കുക? അതിനർത്ഥം എന്നാണെന്നറിയാം, പറയാം. ഗലാത്യ സഭ ഇപ്പൊ ഒരു മയക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തുവാ പറഞ്ഞേ? മയക്കത്തിലേക്ക്. അത് നിങ്ങൾ അറിയണേ. നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് മയക്കത്തിലേക്ക് പോകുമ്പോൾ എന്തുവാ നടക്കുന്നതെന്ന് അവരെ ഒന്ന് നോക്കിയാൽ മതി. ചിലർ യോഗത്തിനൊക്കെ ഇരുന്ന് ചെറിയൊരു മയക്കത്തിലേക്ക്. യോഗത്തിലാണോ? ആണ്. പാട്ടിലുണ്ടോ? ഉണ്ട്. കയ്യടിയിലുണ്ടോ? ഉണ്ട്. പ്രസംഗത്തിലുണ്ടോ? ഉണ്ട്. പക്ഷെ എന്നാ ഒരു ചെറിയ മയക്കത്തില. ബ്രദറെ, ഇരുന്നത് മാത്രം അറിയാം. 3 ഹല്ലേലൂയ ലാസ്റ്റ് കേട്ടപ്പോഴാണ് ഈ മയക്കം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കണം. കർത്താവിന്റെ സ്തോത്രം. ഈ ക്രൂശിൽ എന്തെല്ലാം കാര്യം ദൈവം സാധിപ്പിച്ചു തന്നു. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറയാ, സകലതും നിവർത്തിയായി. സകലതും നിവർത്തിയായി. ഇനി ബൈബിളിലെ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ബൈബിൾ എഴുതുക, അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ ഈ മയക്കം കയറി കഴിഞ്ഞവൻ പറയും, അങ്ങനെ ബൈബിളിൽ ഉണ്ട്, അങ്ങനെ ബൈബിളിൽ ഉണ്ട്. എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തരും. അങ്ങനെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അത് വെട്ടി ഒട്ടിച്ചിട്ടും വീട്ടിൽ വർക്ക് ചെയ്യുന്നില്ല. കാരണം ക്രൂശിൽ എന്തെല്ലാം ദൈവം സാധിപ്പിച്ചു തന്നോ, യേശു ക്രിസ്തുവിലൂടെ എന്തെല്ലാം നിനക്ക് ഒരുക്കി തന്നോ അത് നീ അറിയാൻ നിന്റെ കണ്ണ് തുറക്കണം. നിന്റെ മയക്കത്തിൽ നിന്ന് ഒരാമയും പറയണം. ഹല്ലേലൂയ. ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലയോ? അതിഭയങ്കര മാരക രോഗം വന്നു പറഞ്ഞ അവര് പറയാ, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം എന്നിൽ വന്നിരിക്കുന്നു. കണ്ടോ? അത് വേറെ പോക്കാ. അതിന്റെ കാരണം എന്താ? അവന്റെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു വരച്ചു കാണിച്ചിരിക്കുക. ഇംഗ്ലീഷ് ബൈബിളിലെ ട്രാൻസ്ലേഷൻ നിങ്ങൾ വായിച്ചു നോക്കണം. അത് പതിപ്പിച്ചു വെച്ചേക്കുന്ന ഒരാമയും പറഞ്ഞു തുടങ്ങണം. പല ആൾക്കാർ പറയത്തില്ലയോ, എനിക്ക് വലിയ കടബാധ്യതയാ ബ്രദറെ. ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം മയക്കത്തില, ഫുള്ള് മയക്കത്തില. അവർക്ക് അന്നേരം ഈ ജപ്തിയൊക്കെ അവരുടെ മുമ്പിൽ ഇങ്ങനെ ജ്വലിച്ചങ്ങ് നിൽക്കുക. പേപ്പർ ഒട്ടിക്കുന്നതും ഇറക്കി വിടുന്നതും അപ്പുറത്തെ പാപ്പച്ചൻ കളിയാക്കുന്നതും ഒക്കെ ഇവരുടെ മനസ്സിലങ്ങ് തെളിയുക. കാരണം ഇവർ മയക്കത്തില. ഈ ബൈബിളിൽ മയക്കത്തിൽ കിടക്കുന്നവന്മാരുണ്ട്, വെന്റിലേറ്ററിൽ കിടക്കുന്നവന്മാരുണ്ട്, പിന്നെ ഈ കല്ലറയിൽ അടക്കിയ ചിട്ടവന്മാരൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇങ്ങോട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോടൊരു ദൂത് പറയാം. മരിക്കുന്നിടം വരെ നിന്റെ അകത്തൊന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ചിത്രം. ഓ ഹല്ലേലൂയ. ഇന്ന് ചിലതിന്മേൽ ജയമെടുത്തേ പോകാവൂ. എന്നോട് ദൈവാത്മാ പറയാ, ഒരു പൈശാചിക ശക്തി നിന്നോട് അടുത്തു വരത്തില്ല. ഇത് നിന്റെ അകത്തൊന്ന് തെളിഞ്ഞു നിന്നാൽ
ഓ, മനസ്സിലാകുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുക. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി വെച്ച് പറ, അമ്മ മയക്കത്തിലായി പോകല്ലേ എന്നൊന്ന് പറ. പത്രോസ് പറയുക, അവന്റെ ദിവ്യ ശക്തിയാൽ, ദൈവത്തിന് സ്തോത്രം, അവന്റെ ദിവ്യ ശക്തിയാൽ, നമുക്ക് ആ വാക്യം ഒന്ന് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. അവന്റെ ദിവ്യ ശക്തിയാൽ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. 2 പത്രോസ് 1:3 പറയുന്നത്. അതിന്റെ മധ്യഭാഗത്തുനിന്ന് അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പം എല്ലാ വഴിയും അടയുമ്പം പറയും, അങ്ങനെ പത്രോസ് എഴുതിയിട്ടുണ്ട്. യെശയ്യാവ് പറഞ്ഞിട്ടുണ്ട്, അടിപ്പിണരാൽ, കാര്യം മയക്കത്തിലായണ്ട. ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയെങ്കിൽ ബൈബിള് തരുന്ന വെളിപ്പാട് നീ പ്രാപിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നീ പരാജയപ്പെടും. എന്നോട് ദൈവത്തിന്റെ ആത്മാ പറയാ, ഒരിക്കലും ജയിക്കത്തില്ലെന്ന് പറഞ്ഞ നിന്നെ ജയത്തിലെത്തിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ആദ്യം നിന്റെ അകക്കണ്ണൊന്ന് തുറക്കട്ടെ. സങ്കീർത്തനക്കാരൻ ബൈബിൾ എഴുതിയേക്കുന്നത് കേൾക്കണം, നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണേ. നിന്റെ ന്യായപ്രമാണത്തിലെ എന്തോ കാണാനാ? അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ ഒന്ന്. പ്രശ്നത്തിന്റെ കൊടുമ്പിരിയിൽ നിൽക്കുന്ന ഇയ്യോബിന്റെ ഒരു സ്നേഹിതൻ പറയാം, മിണ്ടാതിരുന്ന് ദൈവത്തിന്റെ അത്ഭുതത്തെ ചിന്തിക്ക് എന്ന് പറഞ്ഞാൽ ഈ പരാജയം നിലനിൽക്കത്തില്ല, ഈ പരാജയം നിന്റെ മേൽ വാഴത്തില്ല, ഈ പരാജയം ആരുടെയൊക്കെയോ അകത്ത് അതിഭയങ്കര ദൈവകൃപ വ്യാപരിക്കുക. ഇന്ന് ഇവിടുന്ന് പോകുമ്പോ ഒറ്റ ചിത്രം നിന്റെ അകത്ത് നിൽക്കട്ടെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഹല്ലേലൂയ. പൗലോസ് സഭയോട് പറയുമ്പം ഒന്ന് പറയുന്നുണ്ട്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുവാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ? നോക്കി, 1000 പഴങ്കഥ നിനക്ക് ചുറ്റും നിന്ന് പറഞ്ഞാലും നീ പേടിക്കരുത്. നിന്റെ അകത്ത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഇന്ന് പകൽ തെളിഞ്ഞു നിൽക്കുക. ക്രൂശിൽ എന്തെല്ലാം സാധിക്കപ്പെട്ടോ അതെല്ലാം നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടണം. ഹല്ലേലൂയ. ഒരിക്കൽ ഒരാള് സ്കാനിങ് റിപ്പോർട്ടും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ദൈവദാസനെ, സ്കാനിങ്ങിനകത്ത് എൻ്റെ വയറ്റിലൊരു മുഴയുണ്ട്, ബയോപ്സി എടുക്കണമെന്നാ പറഞ്ഞേ. അങ്ങനെ ബയോപ്സി എടുത്തപ്പോൾ റിസൾട്ട് വന്നു, ക്യാൻസറാണ്. ഞാൻ ചോദിച്ചു, ഇനി എന്തുവാ പരിപാടി? അല്ല, ഇനിയാണല്ലോ നമ്മുടെ യെശയ്യാവ് 53 വർക്ക് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാതിരിക്കണ്ടേ? കാര്യം അറിഞ്ഞാലല്ല സാക്ഷി പറയാൻ പറ്റൂ. കാര്യം അറിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സാക്ഷി പറയാൻ പറ്റൂ. അപ്പൊ കാര്യം അറിയുന്നത് എന്തിനാണെന്നറിയാമോ? അടിപ്പിണരാൽ. നിങ്ങൾ ശ്രദ്ധിക്കണം, അദ്ദേഹം എന്നോട് പറയുക, സ്തോത്രം പാസ്റ്ററെ, എത്ര ഇത് വന്നാലും ഞാൻ ട്രീറ്റ് ചെയ്യത്തില്ല. അതെന്നാ കാര്യം? എന്നെ യേശു സൗഖ്യമാക്കും. ഇനി ഞാൻ അവനോട് പറയാം, ശക്തമേറിയ റേഡിയേഷനേക്കാൾ പവർ അവന്റെ അകത്ത് കിടക്കുന്ന വചനം. ജീസസ്. യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയേക്കുന്ന വാക്യം കേട്ടോ, നാം അവനാൽ ജീവിക്കണമെന്നാ. ആരാൽ? അതുകൊണ്ടാ ബൈബിളിൽ വഹിക്കുന്ന, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നീ ജീവിക്കുന്നത് കൃപയാലാണ്, നീ ജീവിക്കുന്നത് അഭിഷേകത്താലാണ്, നീ ജീവിക്കുന്നത് ക്രിസ്തു കാൽവറിയിൽ സാധിപ്പിച്ച. ഹല്ലേലൂയ. നിനക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാം നെഗറ്റീവ് പറയട്ടെ. പൗലോസ് ഗലാത്യ സഭയോട് പറയാം, നിങ്ങൾ ഇങ്ങനെ മയങ്ങിക്കിടക്കരുത്. മയങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ബൈബിള് കയ്യിലുണ്ട് പക്ഷെ കണ്ണു തുറക്കത്തില്ല, ഇങ്ങനെ കിടക്കുക, മയങ്ങിക്കിടക്കുക. രാവിലെ 3 അധ്യായം വായിച്ചു പക്ഷെ മയങ്ങി കിടക്കുക. രാത്രി 3 അധ്യായം വെച്ച് മയങ്ങി കിടക്കുക. 1000 പ്രവചനം കേട്ടു, മയങ്ങി കിടക്കുക. ഒന്നും ശോഭിക്കുന്നില്ല. സ്തോത്രം. ബ്രദറെ, ഒരു ബുക്കുമായിട്ടാണ് വരുന്നത്, അത് മുഴുവൻ പ്രവചനമാണ്, പക്ഷെ മടങ്ങി കിടക്കുക, ആള് മയങ്ങി കിടക്കുക. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുക, അവന്റെ ദിവ്യ ശക്തിയാൽ നിനക്ക് വേണ്ടതെല്ലാം നൽകി തന്നിരിക്കുന്നെന്നാ. കേട്ടോ, അത് ചിലരുടെ ഉള്ളിൽ കേറിയാൽ. ഈയിടെ ഒരു പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് വലിയ കടബാധ്യത ഉണ്ടായപ്പോൾ പുള്ളി ഒരു ദൈവദാസന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, കടബാധ്യത മാറാൻ ഒരു വാക്യം പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, വാക്യമല്ല, സംഭവം പറഞ്ഞു തരാം. സ്തോത്രം.
നമ്മുടെ എല്ലാ വിഷയത്തിന്റെ വിടുതൽ ക്രൂശിൽ കർത്താവ് നിവർത്തിച്ചു കഴിഞ്ഞു. ഇനി നീ ചെയ്യേണ്ടത് അവൻ തന്ന വചനം നിന്റെ അകത്ത് കത്തി ജ്വലിക്കണം. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, നീ പറയണം, ആമി ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യം പറയണം, എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ, അവൻ തിരിച്ചു വാക്യം നെഞ്ചത്ത് കൈവച്ചു, എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി. അത് പറയുവല്ല, അതിന് തക്കവണ്ണം ചലിക്കാൻ തുടങ്ങി. എന്റെ ബുദ്ധിമുട്ട് മാറുമെന്ന് അദ്ദേഹത്തിനോട് 7.5 മാസം കഴിഞ്ഞപ്പോൾ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത എന്റെ പ്രോബ്ലം ദൈവം പരിഹരിച്ചു. ഞാൻ ചോദിച്ചു എങ്ങനെ? പുള്ളി പറഞ്ഞു, എങ്ങനെയാന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നിന്നെ ഈ ഭൂമിയിൽ ഏറ്റവും ഉയർത്താൻ കഴിയുന്നത് ഈ വചനത്തിന് മാത്രം. പക്ഷെ കണ്ണു തുറന്ന് ഇത് വായിക്കണം. എഫെസോസിലെ സഭയോട് പൗലോസ് പറയുന്ന ഒരു വാക്ക് കേട്ടോ, അമ്മി നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തുവാ? നിങ്ങളുടെ എന്തോ തെളിയാനാ? ഹൃദയദൃഷ്ടി. മയക്കത്തിൽ കിടക്കുന്നവരോട് ഞാൻ പറയാം, ശത്രുവിന്റെ വഞ്ചനയ്ക്കകത്തു നിന്ന് നീ പുറത്തു വരണം. ഒരാമീൻ പറഞ്ഞാട്ടെ, ദൈവവചനം നിന്റെ അകത്ത് തെളിഞ്ഞു നിൽക്കട്ടെ. ക്രൂശിൽ സാധിപ്പിച്ചതെല്ലാം നിന്റെ അവകാശമാണ്. എത്ര പേര് ആമീൻ പറയാൻ പറ്റുമോ? അല്ലെ, ഗലാത്യ സഭയോട് പറയുക, സഭയെ മയക്കത്തിൽ നിന്ന് ഉണരണം. ഇനി കർത്താവിന്റെ സ്തോത്രം, നമുക്ക് ഇച്ചിരൂടെ മനസ്സിലാകുന്ന 1-2 ഭാഗത്തോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ആ ഭാഗത്ത് തന്നെ നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം. ഈ എബ്രായ ലേഖനം ധന്യനായ പൗലോസ് എബ്രായ വിശുദ്ധന്മാർക്ക് എഴുതിയപ്പം അവരോട് പൗലോസ് പറയുക, നിങ്ങൾ വിശ്വാസത്തിൽ മന്ദതയുള്ളവരാകരുത്. വിശ്വാസത്തിൽ എന്തുവാ? മന്ദത. ഈ മന്ദിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? മന്ദിച്ചിരിക്കുക. മന്ദിച്ചിരിക്കുന്ന എന്തുവാ? എന്തേലും പറ. ചിലവർ എന്നെ ഭയങ്കര മന്ദിപ്പാ, രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല, മന്ദിച്ചിരിക്കുക. സ്വത്രം. പിന്നെ 9 എഴുന്നേറ്റ്, പിന്നെ 12 ഓടി ഇവിടെ വന്നേക്കുക. ഇനി ഉച്ചക്കത്ത് ഉണ്ടിട്ട് വേണം കിടക്കാൻ. മന്ദിപ്പാ. കണ്ട, മിണ്ടുന്നില്ല. എന്നെ ആരും ജോലിക്ക് വിളിക്കുന്നില്ല, ഭയങ്കര മന്ദിപ്പാ. ചിലർ യോഗത്തിന്, എല്ലാ യോഗത്തിനും ഉണ്ട്, വിശ്വാസത്തിൽ ഭയങ്കര മന്ദതയാ. എഴഞ്ഞെഴഞ്ഞ് ചോനല് പോകുന്ന പോലെ ചിലർ പോകുന്നേ, പടക്കുതിരയെ പോലെ പോകേണ്ടവരാ. വിശ്വാസത്തിൽ നിങ്ങൾ മന്ദതയുള്ളവരാകരുത്. സ്തോത്രം. ഇനി അമ്മി വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം യോഹന്നാനോട് 7 സഭയ്ക്ക് ദൂത് എഴുതാൻ പറഞ്ഞു. അപ്പൊ ഒരു സഭയ്ക്ക് എഴുതിയേക്കുന്ന ദൂത്, ദൈവത്തിന് സ്തോത്രം, സർദീസിലെ സഭയ്ക്ക് എഴുതിയ ദൂതാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുൾ ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. കണ്ടോ ഈ സഭയുടെ അവസ്ഥ? കണ്ടോ, ജീവൻ ഉണ്ടോന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാ. അപ്പൊ ആദ്യത്തെ ആൾക്ക് മയങ്ങി കിടക്കുക, രണ്ടാമത്തെ ആൾക്ക് മന്ദത, മൂന്നാമത്തെ ആള് മരിച്ചു കിടക്കുക എന്ന് പറഞ്ഞ യോഗത്തിനുണ്ടോ കൊണ്ട്, ജീവനുണ്ടോ ഇല്ലത് കണ്ടോ, മിണ്ടുന്നില്ല. ഇതൊരു ഈ ഗലാത്യ സഭയ്ക്ക് പൗലോസ് എഴുതിയെങ്കിൽ ഈ ഗലാത്യ സഭ ഒരു വല്ലാത്ത അവസ്ഥയിലായി. ഇപ്പൊ ചില കണ്ടില്ല, ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയും പോയി. ഈയിടെ ഞാൻ തിരിച്ചു പോകുന്ന കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒത്തിരി ചിന്തിക്കണ്ട, അങ്ങ് പോകും. കാര്യം കുഴഞ്ഞതിനകത്ത്. കുഴയാൻ കാര്യം എന്നാ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു തെളിഞ്ഞു നിൽക്കുന്നിടത്ത് ചിലതൊക്കെ ക്ഷുദ്രം ചെയ്ത് മയക്കിയിരിക്കുക. ആ മയക്കത്തിൽ നിന്ന് നീ ഉണരണമെന്നേ. ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിളിലെ ഏറ്റവും വലിയ ശബ്ദം കേട്ടോ, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിച്ചു കൊള്ളുക. പ്രവചനത്തിനോട് നീ നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്ക. തീമോഥെയോസേ, ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെട്. ആരോടോ കർത്താവ് പോലെ സാഹചര്യം നിന്നെ ഒതുക്കാൻ നോക്കുന്നു. നീ പാർക്കുന്ന വീടിന്റെ അന്തരീക്ഷം നിന്നെ ഒതുക്കാൻ നോക്കുന്നു. നീ തോക്കരുത്, നീ ജയാളിയാകണം. നീ മയക്കത്തിലാകരുത്, നീ മന്ദതയിലാകരുത്. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. നീ മരിച്ച അവസ്ഥയിലാകരുത്. അപ്പൊ ഇനി ഏത് കൂട്ടത്തിലാ നിങ്ങളെന്ന് പറയണം. മയക്കത്തിലാണോ, മന്ദതയിലാണോ, മരിച്ച കൂട്ടത്തിലാണോ? ഇനി വേറെ ഒരു കൂട്ടരോടുണ്ട്, അത് എസെക്കിയേൽ പ്രവചനത്തിലാണ്. അതുകൂടെ വായിച്ചു
എഴുന്നേറ്റ് പോകരുത്, ദൂതിലോട്ട് വരിക. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം 13-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്നും കയറ്റുമ്പോൾ. 4-ാമത്തെ കൂട്ടർ ഇവര് അടക്കിയേക്കുവാ. ഇപ്പൊ ഇവര് എന്തുവാ അടക്കിയേക്ക? അവർക്ക് പിന്നെയും അടക്കിയാൽ ഈ ആകെ അല്പനേരമൊക്കെ പാടി കൊടുക്കണം. സമയമാനത്തിലൊക്കെ പാടി എങ്ങനെയാണ് പറഞ്ഞത്, പാട്ടായിരുന്നു. കേട്ടാൽ ഉറങ്ങിപ്പോ. അങ്ങനെ ഉറങ്ങിയതാ. അപ്പം ഒരു കൂട്ടര് മയക്കത്തില്, രണ്ടാമത്തെ കൂട്ടര് മന്നതയില്, മൂന്നാമത്തെ കൂട്ടര് ജീവനുണ്ട്, ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുക. യായിറോസിന്റെ മോളെ കുറിച്ച് ചോദിച്ചു, എങ്ങനെയുണ്ട് കൊച്ച്? അങ്ങനെ കിടക്കുന്നു. പിന്നെ അറിഞ്ഞ മരിച്ചു. ഇവിടുത്തെ അവസ്ഥ അതിനെക്കാട്ടി വലിയ അവസ്ഥയാ. അടക്കം ചെയ്തേക്കുക. പക്ഷെ ദൈവം പറയുക, ഞാൻ ആ കല്ലറ തുറക്കും. മരിച്ചെന്ന് പറഞ്ഞാൽ അക്ഷരികാട്ട് നമ്മളെ കുഴിച്ചിട്ടെന്നല്ലേ. എസെക്കിയേൽ പ്രവചനം 37-ലെ ദൂത് എന്താണെന്നറിയാമോ? ആമി, അവരിൽ വ്യാപരിച്ച നിരാശ അവിടെ പറയും. സ്തോത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആമി, അവരിൽ വ്യാപരിക്കുന്ന എന്താണ്? നിരാശ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നീ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കാണിച്ചിരിക്കേ. ആമി, നിന്റെ ലൈഫിനെ മയക്കുകയും നിന്നെ തളർത്തുകയും നിന്നെ മന്ദതയുള്ളവനാക്കുകയും പല കാരണം പറഞ്ഞ് ബന്ധിച്ചവൻ ആരാ? ഇന്ന് അതിന്മേൽ ജയമെടുക്കണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറ. ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറ. ചിലര് ബൈബിൾ കോളേജ് പഠിക്കും, ഇഷ്ടം പോലെ ബിരുദ. ഇവിടെ ഒരു മഹാൻ എന്നോട് പറഞ്ഞു, 80-ാമത്തെ 78-ാമത്തെ വയസ്സിൽ എനിക്ക് MDH കിട്ടിയത്. ഞാൻ പറഞ്ഞു, എന്തിനാ? കല്ല പെട്ടി വെക്കാനാണോ? എഴുന്നേറ്റ് നടക്കാൻ ക്രാണിയില്ല. നല്ല കാലത്ത് നീ വല്ലതും വാങ്ങിച്ചാൽ പഠിച്ചാൽ അത് നിന്നിൽ വർക്ക് ചെയ്യണം. ബൈബിള് മരിക്കുന്നിടം വരെ പഠിക്കണം. പക്ഷെ പഠിച്ചാ പോരാ, അത് നിന്റെ അകത്ത് വർക്ക് ചെയ്യണം. ഒരു യൗവനക്കാരൻ പറയാ, ഞാൻ BTH എടുത്തു, BD എടുത്തു, MD എടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അവൻ സഭയ്ക്ക് പ്രയോജനപ്പെടും. അടുത്ത മാസം ചാകാനിരിക്കുന്ന ഉള്ളി കിടക്കുന്ന ഇതിനാ, വീട്ടുകാരുടെ മുമ്പിൽ ഗമയടിക്കാനാ. പോട്ടെ. ഇവിടെ നിങ്ങൾ എന്താ ഇവിടെ പഠിക്കുന്നത്? ഈ സഭയുടെ പ്രശ്നം പറ്റിയോ? നിങ്ങളുടെ കുഴപ്പം ചെല്ലു പറയാ, പാസ്റ്റർ ഞങ്ങൾ കുഴഞ്ഞു. കുഴയാൻ കാരണം എന്നറിയോ? നിങ്ങളുടെ അകത്തെ ചിത്രം മായ്ച്ചു. ഉപദേശിമാനും കൂടെ ഏലിയാവിനെ മോശയും പ്രസംഗിച്ച്, ദാവീദിന്റെ കല്ലും ഗോലിയാത്തിന്റെ കമ്പും എല്ലാം കൂടെ പ്രസംഗിച്ച്, ഇപ്പൊ എപ്പോഴും കല്ലും കമ്പുവാ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കേ. പൗലോസ് ഗലാത്യ സഭയോട് പറയാം, നിങ്ങളെ തോൽപ്പിക്കാൻ നോക്കുന്ന ശക്തിയുടെ മുമ്പിൽ മായാത്തൊരു ചിത്രം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്താട്ടെ. ക്രൂശിൽ എന്തെല്ലാം നടന്നു. നിനക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെടുത്ത് ക്രൂശിൽ മായിച്ചു. ഒരാമയും പറയണം. ചില പാരമ്പര്യ ശാപങ്ങളിൽ നിന്ന് പൊട്ടട്ടെ. നിന്റെ അകത്ത് നിൽക്കേണ്ടത് ശാപമല്ല, ക്രൂശി. കൃപ 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 കേട്ടോ. ചിലരുടെ അകത്ത് ദൈവകൃപ വ്യാപരിക്കുക. യെസ്. മുൾമുടി ചൂടി ഒരുവൻ നിനക്ക് വേണ്ടി ക്രൂശിൽ കിടക്കുന്നത്, നിന്റെ ശാപം അവൻ തലേ വഹിക്കുക. ഇത് നിന്റെ കണ്ണു തുറക്കണം. നിന്റെ കണ്ണ്. ഇന്നലെ രാത്രി എനിക്ക് സ്വപ്നത്തിൽ ദൈവം ദൂത് വന്ന് ഇത് പറയണമെന്ന്. അവൻ ആമയും പറഞ്ഞാട്ടെ. ഇന്നലെ വൈകിട്ടൊരു പ്രസംഗം ഉണ്ടാക്കാൻ ഞാൻ ആമീ സ്തോത്രം മണിക്കൂറുകൾ മെനക്കെട്ടിട്ട് എനിക്ക് ദൂത് കിട്ടിയില്ല. ഗ്ലോറി ജീസസ്. ആമീ. മീഡിയ ഇരിക്കുന്ന പിള്ളേർ സന്ധ്യ ആകുമ്പോഴേ ചോദിക്കും, സബ്ജക്റ്റ് ഇതാ, സബ്ജക്റ്റ് എന്തുവാ പ്രസംഗത്തിന്? എനിക്കൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജയാളിയായ ജയകരമായ ജീവിതം ഒന്ന് ഇടാൻ പറഞ്ഞു. അപ്പോഴല്ലേ രാത്രി ഈ സ്വപ്നം കയറി വരുന്നത്. ഞാൻ ദൂത് നിന്നോട് തുറന്നു പറയാം, പ്രാർത്ഥിക്കുന്ന നീ ചാരി ഇരുന്നാലും എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് സ്വപ്നം കാണുമെന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കരുത്. എല്ലാവരും കണ്ണു തുറന്ന് എന്നെ നോക്കിയിരിക്കണം. പ്രസംഗം കഴിഞ്ഞ് സമയം തരാം. പണ്ടൊരു ഉപദേശി യോഗം പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ഉറങ്ങുക. പുള്ളി പാസ്റ്റർ നല്ല മിടുക്കനായിട്ട് പുള്ളി പിറ്റേ ആഴ്ച ഒരു യോഗം വെച്ചു പ്രാർത്ഥിച്ചു തുടങ്ങി എല്ലാവരും കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഒറ്റ ഒരുത്തനും ഉറങ്ങണ്ട. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ പ്രശ്നം,
ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാൻ ഭയങ്കര. ഹവ്വയോടും ആദാമിനോടും പറഞ്ഞു എന്ത് വേണമെങ്കിലും തിന്നു, പക്ഷെ ഇത് തിന്നരുത് കേട്ടോ, അത് തന്നെ തിന്നണം. നമ്മളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്ന കാര്യമുണ്ട്, അത് നമുക്ക് ചെയ്യണ്ട. ചെയ്യരുത് എന്തോ പറഞ്ഞു, അത് നമുക്ക് അങ്ങോട്ടങ്ങ് വലിച്ചോണ്ട് പോവാ, വലിക്കും, മയക്കത്തില്ല. ഇന്ന് നീ ഉണരണം. നിന്റെ കുടുംബത്തിൽ കിടക്കുന്ന ശാപത്തിന്റെ നൂലാമാല ഇന്ന് പൊട്ടണമെന്ന്. കൃപ കൃപ എവിടൊക്കെയോ ദൈവകൃപ വ്യാപരിക്കുക. എന്നോട് ദൈവാത്മാ പറയാ, തോൽവിയോട് വിട പറയാൻ. സാത്താൻ, പൗലോസ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് തുറന്നു പറയാ, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. ഞാനൊരു ശബ്ദം കേൾക്കുന്നു, എന്റെ ജനം തോൽവിക്കകത്തുനിന്ന് ജയം വരുത്താൻ പോവാ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നീ തോറ്റെന്ന് നാട്ടുകാര് മുഴുവൻ പറഞ്ഞ വിഷയത്തിൽ നിന്നെ ജയാളിയാക്കാൻ ഞാൻ ഈ മീറ്റിംഗിൽ കേൾക്കുന്ന ശബ്ദം ജയത്തിന്റെ ശബ്ദമാ. ഈ ലൈവിലൂടെ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഇരിക്കുന്ന വീടിനകത്ത്, ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ജയത്തിന്റെ കൊടി. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാൻ ഈ വെളിപ്പാടി കാണുക, ആ ക്രൂസ് നിന്റെ അകത്ത് തെളിഞ്ഞാൽ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു തെളിഞ്ഞാൽ, നിന്റെ കുടുംബത്തെ വരിഞ്ഞു മുറുക്കുന്ന സകല ശാപം. പൗലോസ് പറയാ, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു തെളിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞതിന്റെ കാരണം, നിനക്ക് തോന്നുവാ നിന്റെ പുറകെ ഒരു ശാപം കൂടിയിട്ടുണ്ടെന്ന്. ക്രൂശി നടന്നത് നോക്കി, പാലസ്തീനിലെ കൂർത്ത മുള്ളുകൊണ്ടൊരു കിരീടം മടഞ്ഞ് യേശുവിന്റെ തലയിൽ അവർ ചൂടിച്ചു. ജോസിഫസ് എന്ന് പറയുന്ന എഴുത്തുകാരന്റെ എഴുത്തുകൾക്കകത്ത് കിടപ്പുണ്ട്. ലോർഡ്, അമ്മ കൂർത്ത കരിമുള്ളുകൾ തലവൊട്ടിയിലേക്ക് അവർ അടിക്കുമ്പോൾ ആഴ്ന്നിറങ്ങി. അദ്ദേഹം എഴുതിയിരിക്കുക, യേശുവിന്റെ തലച്ചോറ് കിഴിച്ച ഒരു മുള്ള് വന്ന് കണ്ണ് തുളച്ച കണ്ണിന്റെ ദൈവത്തിന് കൃഷ്ണമണി വരെ വെളിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന. ലോർഡ്, എന്തിനാണ് ഇതെല്ലാം സഹിച്ചവൻ മിണ്ടാൻ നിന്നെന്നറിയാമോ? നീയും ഞാനും വഹിക്കേണ്ട ശാപം. ക്രൂശിന്റെ വെളിപ്പാട് പ്രാപിച്ചേ പറ്റൂ. ഇന്ന് പകൽ മയങ്ങിക്കിടക്കരുത്, മന്ദതയിൽ ഇരിക്കരുത്, മരിച്ചവസ്ഥയിൽ ഇരിക്കരുത്, അടക്കപ്പെട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച കുഴഞ്ഞ ജനരോട് ഞാൻ ദൂത് പറയാ, ഇന്ന് കുഴച്ചില് മാറണം. സ്തോത്രം. ഞാൻ വെളിപ്പാടിൽ ഒരു കാഴ്ച കാണുക, ആ ക്രൂശും നിന്റെ മുമ്പിൽ തെളിഞ്ഞു നിന്നാൽ സകല ശാപവും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ യാതൊരു രൂപങ്ങളും കാണാനില്ല. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും തേജസ്കരിക്കപ്പെട്ടവനായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവപുത്രൻ. എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ദൂത് പറയാം. ചില പരാജയങ്ങൾക്ക് ദൈവം ഇന്ന് ഫുൾ സ്റ്റോപ്പ് ഇടും. ചില പരാജയങ്ങൾക്ക് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് കഴിഞ്ഞ 7 വർഷമായി, 5 വർഷമായി, 10 വർഷമായി നിന്റെ കുടുംബത്തിൽ തലപൊക്കി നിൽക്കുന്ന പരാജയം, ഇന്ന് അതിനെ നീ ജയിക്കാൻ പോവാ. എഴുതിയതെല്ലാം നീ തോറ്റെങ്കിൽ, പഠിച്ചടമെല്ലാം നീ തോറ്റെങ്കിൽ, ജീവിച്ചടമെല്ലാം നീ തോറ്റെങ്കിൽ, കുടുംബജീവിതം തോറ്റെങ്കിൽ, സാമ്പത്തിക തലം തോറ്റെങ്കിൽ, ഇന്ന് മകൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിന്റെ മുമ്പിൽ. ചിലരുടെ അകത്ത് യേശുവിന്റെ നാമത്തില് ആ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, താങ്ക് യു ലോർഡ്. ആ മന്ദതയൊന്ന് വിട്ടുണർന്നേ, ആ മയക്കമൊന്ന് വിട്ടുണർന്നേ. നിന്റെ കണ്ണൊന്ന് തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കണ്ണൊന്ന് തുറക്കട്ടെ. ഇനിയും നിന്റെ അടുക്കൽ പിശാച് വരാൻ നിന്നെ ഒന്ന് ഭയപ്പെടേണ്ടി വരും. ഒരു മന്ത്രവാദവും നിന്റെ അടുക്കൽ വരികയില്ല, ഒരു ആഭിചാരവും. കാരണം നിന്റെ കണ്ണ്. കൃപ 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 കൃപ. എനിക്കെന്തോ ദൈവം ബോധ്യം തരിക, ചില ശാപങ്ങളിൽ നിന്ന് പൊട്ടിയാ പറ്റൂ. നിന്നെ ശാപത്തിന്റെ പേര് പറഞ്ഞ് ഒതുക്കി വെച്ചിരിക്കുന്ന മേഖലകൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കൺമുമ്പിൽ അത് വരച്ചു കാണിച്ചിരിക്കുക.
യേശുവിന്റെ നാമത്തിൽ ഒന്ന് സ്വീകരിച്ചേ. കൃപ കൃപ കൃപ. ബൈബിളിൽ ഉണ്ടെന്ന് പറയാനല്ല നിനക്ക് ബൈബിൾ തന്നേക്കുന്നേ. ഇത് നിന്റെ അകത്ത് അഗ്നിയാൽ എഴുതിയ വചനം പോലെ നിൽക്കണം. ഒരു ആമീൻ പറഞ്ഞാട്ട്. നിന്റെ വീടിനെതിരെ 100 അസ്ത്രങ്ങൾ വരുമ്പോൾ നീ പറയണം, എനിക്ക് വിരോധമായി വരുന്ന യാതൊരായുധവും. ചോദ്യം, ആയുധം വരുന്ന വഴി അടയ്ക്കുന്നതാണോ നല്ലത്, വന്ന ആയുധം വന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ചുവിടുന്നതാണോ നല്ലേ? പറ പറ. ഇന്ന് മകൻ നിന്നെ തോപ്പിക്കാൻ വന്നവൻ തോക്കും. വിശ്വാസമുണ്ടോ? പക്ഷെ ഒന്നും നിന്റെ അകത്തോടാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കേട്ടോ, ചിലരുടെ അകത്ത് വലിയ കർത്താവ് ക്രിസ്തുവിന്റെ വെളിപ്പാടാ. ഓറി, ഇന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് ഒരു വെളിപ്പാട് പ്രാപിച്ചേ പോകാവൂ. നിന്റെ ശരീരത്തെ കാർന്നു നിന്ന രോഗത്തിന്റെ വൈറസുകൾ ഇന്ന് നിന്റെ ശാരീരിക അവയവത്തിൽ നിന്ന് പിടിവിടണം. നിന്റെ അകത്ത് ജ്വലിക്കണം. ഇത് അടിപ്പിണരുകളോ സൗഖ്യം. നിങ്ങറിയോ, പൗലോസിനെ കുറിച്ച് ഒരു സാക്ഷി പറയാം. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. എന്തുവാ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ? എന്നെ നിങ്ങൾക്ക് അറിയാവുന്നല്ല. ക്രിസ്തുവിൽ. പൗലോസിന്റെ ഉറപ്പെന്തുവാ? ഞാൻ ആരില? അടുത്തിരിക്കുന്ന കൈ കൊടുത്ത ഞാൻ ക്രിസ്തുവിലാന്ന് പറ. ഞാൻ പെന്തിക്കോസിലാന്ന് പറയുന്നതിനേക്കാൾ നല്ലതാ ഞാൻ ക്രിസ്തുവിലാന്ന് പറയുന്നത്. ഒരാമയും പറഞ്ഞാണ്. ഞാൻ മർത്തോമായില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലതാ ഞാൻ ക്രിസ്തുവിലാന്ന് പറയുന്നത്. ഒരാമയും പറഞ്ഞാട്ട്. ഞാനൊരു ദൂത് പറയാം. നിനക്ക് ലഭിച്ച മുഴുവൻ അനുഗ്രഹങ്ങൾക്ക് ഉറവിടം ക്രിസ്തുവാ. ഒരു പാട്ടുകാരൻ ഒരിക്കൽ പാടി, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം ക്രിസ്തുവേ. ചില പരാജയങ്ങൾ ഇന്ന് മാറണം. മാറാൻ എന്തോ വേണം? പക്ഷേ അതിഭയങ്കര രോഗശാന്തി വരെ ഉള്ള ഒരാളെ അടുത്ത ആഴ്ച പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം. വന്നാൽ ഒരു 3-4 പേരൊക്കെ സൗഖ്യമാവും. ഒരു മാറ്റവും ഇല്ല. പക്ഷെ നിനക്ക് തന്നെ ഇത് വാങ്ങിക്കാമല്ലോ. നിന്റെ ഈ മയക്കത്തിൽ നിന്ന് നീ ഉണരണം. റെഡിയാണോ? റെഡിയാണോ? ഹല്ലേലൂയ. എനിക്ക് ദൈവം തന്നൊരു ബോധ്യം പറയാം. നീ ഏതു സ്ഥലത്ത് തോറ്റോ അവിടെ തന്നെ നിന്റെ ജയത്തിന്റെ പ്രഖ്യാപനം. ജീസസ്. സാഹചര്യമല്ല മുറുകെ പിടിക്കേണ്ടിയ, വചനമാ മുറുകെ പിടിക്കേണ്ടിയേ. ഞാൻ ഇന്നലെ പ്രസംഗിച്ച് വന്നപ്പോ ഒരു ദൂത് പറഞ്ഞു. അബ്രഹാം ഇസഹാക്കിനെ കൊണ്ട് മോറിയാമലെ കൂളായിട്ട് യാഗത്തിന് പോയപ്പോഴേ ഞാൻ കുറെ വർഷം പ്രസംഗിച്ച് ഓർത്തു, ഈ മനുഷ്യൻ എന്തൊരു വിശ്വാസ. പക്ഷെ ഉൽപ്പത്തി പുസ്തകം 21 കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹാഗറും സാറയും തമ്മിലുള്ള പ്രോബ്ലത്തിനകത്ത് ദൈവം ഇറങ്ങി വന്നു പറഞ്ഞു, നിന്റെ ഭാര്യ പറയുന്ന പോലെ കേക്ക്. കാരണം ഇസഹാക്കിന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. ഈ ദൂത് കിടക്കുന്നുണ്ട്. മോനെ കൊണ്ട് മോറിയാമലെ പോയപ്പോൾ അബ്രഹാമിന് ഒരു പേടിയില്ല. കാരണം എന്താ? ഇവനിൽ നിന്ന് ജനിക്കുന്നവനാണ് എന്റെ സന്തതി. മനസ്സിലായി വരുന്നുണ്ടോ? ഒരുത്തനെ വാളിനടുത്ത് കൊന്നു, മറ്റവനെ കൊല്ലണ്ട വാള് തേച്ചോണ്ടിരിക്കുമ്പം വേണ്ട ചാകണ്ടവൻ കൂർക്കം വലിച്ചുറങ്ങുക. അതെന്നാടാവേ? അവരെ ഉത്തരം, യേശുവിന്റെ കൂടെ നടന്നാളാ ഞാൻ. എന്നോട് അന്ന് പറഞ്ഞു, നല്ല വാർദ്ധക്യത്തിലേ നീ ചാകത്തുള്ളൂ. ആരേലും നിനക്ക് വാള് തേച്ചാ നീ പേടിക്കരുത്. വാളല്ല വലുത്, വാക്തത്വമാ വലുത്. ചുരുടെ കഴിയുമ്പോ നിങ്ങൾ ഇതിനകത്തൊരു ദൈവകൃപ കണ്ടോണം. നിന്റെ മന്ദത ഇന്ന് പൊട്ടണം. നിന്റെ അകത്ത് യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഈ വചനം പ്രസംഗിക്കുമ്പോ ഓർത്താ പോരാ, ഇത് നിങ്ങളുടെ അകത്തിങ്ങനെ കത്തി നിൽക്കണം. ഈ വചനം നിങ്ങളുടെ അകത്തിങ്ങനെ എന്തോ ചെയ്യണം? കത്തി നിൽക്കണം. ഹല്ലേലൂയ. അപ്പം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെയാണ്
സകല ബൈബിളിലെ വാക്യ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവേശുവിൽ എന്ത് ചെയ്തിരിക്കുക? അപ്പൊ എല്ലാത്തിലും വരുന്ന ക്രിസ്തുവിലെന്നാ. പൗലോസ് ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ അല്ലാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അവൻ അവിടെ ചെന്ന് ഉച്ചരിച്ചുകൂടാൻ വയ്യാത്ത ശബ്ദം അവിടെ കേട്ടു. ഓ ഹല്ലേലൂയ. അമ്മേ, ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. അമ്മേ, അവൻ പറയാ ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ. നമുക്കല്ല സ്ഥാനം, നമ്മളായിരിക്കുന്ന ക്രിസ്തുവിനാ സ്ഥാനം. ഞാൻ ആ ഭാഗമെല്ലാം വിടുക. ഇനി ഞാൻ ഒടുവിൽ പറഞ്ഞ ഭാഗത്ത് ഒരു വാക്കുകൂടെ പറഞ്ഞേച്ച് ദൂതിലോട്ട് തിരിച്ചു വരാം. സ്തോത്രം. ആദ്യത്തെ അവസ്ഥയിൽ പറഞ്ഞു സഭ മയക്കത്തില, പിന്നെ പറഞ്ഞു സഭ മന്ദതയില, പിന്നെ സഭ പറഞ്ഞു സഭ അത്ത് കിടക്കുക. ഡ്രമ്മൊക്കെ നീട്ടി അടിച്ചിട്ടും കീബോർഡ് ഋതം മാറ്റിയിട്ട് അടിച്ചിട്ടും 2 കൈ അടിക്കുമ്പോൾ അങ്ങ് കൊഴയുക. അപ്പൊ അവര് പറഞ്ഞ കൈ അടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, രോഗശാന്തി എന്നും പറഞ്ഞു ചാടിയിട്ടൊന്നും വലിയ കാര്യമില്ല, പിന്നെ എന്തുവാ കാര്യമുള്ളേ? ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ് കുറച്ച് പേർ ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ എന്തുവാ പറയേണ്ടിയേ? എൻ്റെ യേശുവിന് ബൈബിളിട്ട പേര് കേൾക്കണോ? അത്ഭുത മന്ത്രി. കണ്ടോ, മിണ്ടുന്നില്ല. സ്തോത്രം. ഇപ്പം ഉള്ള ഉണർവിനെ എല്ലാം വരച്ച വരെ കൊണ്ട് നിർത്തണം. നീ വരച്ച വരയ്ക്കകത്ത് കയറിയ ഇല്ലാത്ത കുഴച്ചിൽ മൊത്തം ഉണ്ടായി. സ്തോത്രം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിന്റെ അകത്ത് തെളിഞ്ഞു നിന്നാൽ അന്ന് തൊട്ട് നിനക്ക് ജയ. ഒന്ന് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, നിനക്കൊരു ജയം ഉണ്ടെന്ന് പറ. ഈ എസെക്കിയേൽ പ്രവചനത്തിലെ വാക്യം മാത്രം ഒരിക്കൽ കൂടെ നമുക്ക് ഒന്ന് വായിക്കാം. കർത്താവിന് സ്തോത്രം. 37-ാം അധ്യായം 13-ാമത്തെ വചനം. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ആരേലും ശവമടക്കിന് പോയിട്ട് ഇല്ലാത്ത ആരേലും ഇവിടെ ഉണ്ടോ? ശവമടക്കിന് പോയിട്ടില്ലാത്ത ആരേലും ഉണ്ടോ? എല്ലാവരും കണ്ടോ, ഒരെണ്ണം കൈവക്കിയിട്ടില്ല. ഇല്ലെങ്കിൽ ഇനി അടക്കം വരുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ തന്നാ മതി, അറിയിക്കാം. ഈ അടക്കത്തിന് പോകുമ്പം ശവമടക്കിന് പോവുക, ഈ ഒരു മരണ വീട്ടിൽ ചെന്ന് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? എപ്പോഴാ? അത് മോൻ കാലിഫോർണിയയിൽ നിന്ന് വരാനുള്ളത് കൊണ്ട് 2 ദിവസം മൊബൈൽ മോർച്ചറിയിൽ വെക്കുക. അടക്കം എപ്പോഴാന്ന ചോദ്യം. ഇനി 4-5 ദിവസം നീണ്ടുപോയാൽ ആ വീട്ടുകാർ കൊഴയും. ഓ, അടക്കം ഒന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ. ചാകാത്തോണ്ടാ നിനക്ക് വിലയുള്ളേ. ചത്ത് കഴിഞ്ഞാൽ ഐ ലവ് യു പറഞ്ഞവരൊക്കെ. പണ്ടൊരാൾ മരിച്ചപ്പം എല്ലാവർക്കും പ്രസംഗത്തിന് സമയം കൊടുത്ത് ഒടുവിൽ പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ ഭാര്യ നല്ലവളായിരുന്നു, അവൾ മരിച്ചു, അവൾക്കും ഒരു വിടുതലായി, എനിക്കും ഒരു വിടുതലായി. ഇനി ഞാൻ തുറന്നൊരു കാര്യം പറയാം, എന്നോട് പിണങ്ങരുത്. ചിലര് 10 കോടി രൂപ ബാങ്കിൽ ഇട്ടേച്ച് 5 രൂപയും കൊണ്ട് ഓട്ടോയ്ക്ക് കൈ കാണിക്കും. ബാങ്കിൽ എത്ര ഉണ്ട്? ഒരു നല്ല സാരി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, ഒരു നല്ല ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചിട്ടില്ല, ഒരു നല്ല വാച്ച് കെട്ടിയിട്ടില്ല, ഒരു നല്ല കണ്ണാടി വെച്ചിട്ടില്ല. ചാവുമ്പോ എന്തോ കിട്ടുവന്ന? ഒരു കുപ്പി കുട്ടിക്കുറായുടെ പൗഡറും ജാസ്മിന്റെ ഒരു ബോട്ടിൽ പെർഫ്യൂമും പിന്നെ 100 രൂപയുടെ ബളബളാന്നുള്ള ഒരു പുതപ്പും 5-6 മെഴുകുതിരി, 5-6 സാമ്പ്രാണി, പിന്നെ കുറച്ച് കച്ചിയും പൂവും കൂടെ വെച്ച ബൊക്കെ, പിന്നെ എടുത്ത് താടിയിട്ട് 5 പീസാകുന്ന ഒരു പെട്ടി ഒക്കെ വെച്ച് നിന്നെ പാടി ബാൻഡ് മേളമൊക്കെ മുമ്പിൽ നടത്തി അടക്കാൻ കൊണ്ടുപോവാ. എന്നെ തറപ്പിച്ച് നോക്കണ്ട, എല്ലാവർക്കും അടക്കമൊക്കെ ഉണ്ട്. പ്രിയന്റെ വരവ് താമസമെങ്കിൽ. പിന്നെ ചില ഭാഗ്യവാന്മാർക്ക് രൂപാന്തരപ്പെടാം. അതിനുള്ള കാര്യമൊക്കെയാ പറയുന്നത്. അപ്പൊ കൊണ്ട് കല്ലറയിൽ അടക്കും. ഈ ചിലരൊക്കെ ഈ അടക്കാൻ നേരത്തൊക്കെ ഭയങ്കര പിടിവലിയ, തരത്തില്ല, വിടത്തില്ല എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരും കൂടെ നിർബന്ധിച്ചെന്തോ ചെയ്യും, അടക്കും.
പിന്നെ ആ കുഴിമാടത്തിൽ കിടന്ന് കരയുക. നാളെ എന്നോടൊരാൾ പറഞ്ഞു, എൻ്റെ അച്ചായൻ മരിച്ചിട്ട് 12 കൊല്ലമായി എല്ലാ ആഴ്ചയും ഞാൻ കുഴിമാടത്തിൽ പോകും. പക്ഷെ അതിനിടയ്ക്ക് വേറെ കെട്ടുകയും ചെയ്തു. പോട്ടെ, എന്നോട് വിഷമം തോന്നല്ലേ. അപ്പൊ ഇവിടുത്തെ പദം കല്ലറ കിടക്കുന്നവനെ ഞാൻ കല്ലറ തുറന്ന് പുറത്തെടുക്കും. അതിനർത്ഥം അടയ്ക്കവരെ പുറത്തെടുക്കുമെന്നല്ല. ഈ എസെക്കിയേൽ 37 അസ്ഥികൾ കൊണ്ട് നിറഞ്ഞൊരു താഴ്വരയാണ്. ഇത് ചെതറിക്കിടക്കുക. അപ്പൊ അതിന്റെ അർത്ഥം താഴെ എഴുതിയിട്ടുണ്ട്, എന്റെ ജനത്തിന്റെ മേൽ ഉള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു, നിരാശ കയറി പിടിച്ചിരിക്കുക. ഈ ചിലരൊക്കെ പറഞ്ഞില്ലേ, എടാ വിടുതൽ എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ ആർക്കാ വിടുതലുള്ളത്? അത് ഈ നിരാശ കിടക്കുന്ന പെട്ടിക്കകത്ത് കിടക്കുന്ന പാർട്ടി അടക്കിയില്ലെന്നേ ഉള്ളൂ. അടുത്ത മാസം അടക്കും, അടക്കിയേക്കുക. കാരണം നിരാശ കയറി പിടിച്ചു. ഈ പറയുന്ന പോലൊന്നും വിടുതലൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും ദൈവം പിന്നെ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? സാത്താന്റെ പുസ്തകം 3-7 വാക്യം ഇനിയും പറയാൻ പോകുന്നേ. അവൻ ശ്രദ്ധിച്ചു കേൾക്കണം. നിരാശ കിടക്കുന്നവരോട് പറയാ, പ്രവാചകനെ എഴുന്നേൽപ്പിക്കുക. എസെക്കിയേലിനെ എഴുന്നേൽപ്പിച്ചു പറയുക, നീ ഇവിടെ കിടക്കാൻ പോവല്ല, നിന്റെ കല്ലറ ഞാൻ തുറക്കും, നിന്നെ ഇവിടുന്ന് ഞാൻ എഴുന്നേൽപ്പിക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഇന്നെങ്കിലും നിന്റെ മയക്കം മാറണം, ഇന്നെങ്കിലും നിന്റെ മന്ദത മാറണം, ഇന്നെങ്കിലും നിന്റെ മരിച്ചാവസ്ഥ മാറണം, ഇന്നെങ്കിലും നിന്റെ നിരാശ പൊട്ടണം. എത്ര പേർ റെഡിയാന്ന് എനിക്കറിയത്തില്ല. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്നെ തോന്നിട്ടില്ലയോ, എന്തോ ഒരു കുഴപ്പം നമുക്ക് ഉണ്ട്, എന്തോ ഒരു ഇന്ന് സമ്മതിച്ചേ പറ്റൂ. സമ്മതിക്കേണ്ട വാക്യാ കൊണ്ടിരുന്നത്. എന്തോ ഒരു കുഴപ്പം. മയക്കമാണോ, മന്ദതയാണോ, അതോ ചത്ത പോലാണോ? ഞാനൊരു വീട്ടിൽ ചെന്നപ്പം ഒരു പയ്യൻ ആക്സിഡന്റ് ഉണ്ടായ, അവനെ കട്ടിലേ കിടക്കുക. ഞാൻ അവനോട് ചോദിച്ചു, അമ്മയോട് ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. ചത്ത പോലെ കിടക്കുക എന്ന് പറഞ്ഞു. ചത്തിട്ടില്ല, ചത്താടിനെ അടക്കിയേനെ 12 കൊല്ലമായിട്ട് ചത്ത പോലെ കിടക്കുക എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ അനങ്ങത്തില്ല. ട്യൂബിനകത്തൂടെ വെള്ളം കൊടുക്കണം, ട്യൂബിനകത്തൂടെ ജ്യൂസ് കൊടുക്കണം, യൂറിൻ ട്യൂബ് ഇട്ടെടുക്കണം, മോഷൻ ട്യൂബ് ഇട്ടെടുക്കണം, എല്ലാം ട്യൂബേലാ കൊടുക്കുക. ചത്തുക. ചിലർ കണ്ടില്ലയോ, ഈ തുണിക്കടയില് മുമ്പിൽ പാൻറ് ഷർട്ടൊക്കെ ഇട്ട് ഒരാളെ ഇരുത്തിയേക്കും. ചിലയിടത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അറിയാതെ കയറി കൈ കൊടുക്കും. ആ ഇരിപ്പും നോട്ടോ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ചിലരെ യോഗത്തിന് ഓട്ടോയെ കൊണ്ടുവന്ന് ഇറക്കും, തിരിച്ചതുപോലെ കൊണ്ടുപോകും. പിണങ്ങരുത്. പ്രസംഗം കേട്ടിട്ടും അനക്കമില്ല, പാട്ട് കേട്ടിട്ടും അനക്കമില്ല, പ്രാർത്ഥന കേട്ടിട്ടും അനക്ക. ഞാനിതൊക്കെ എത്ര കണ്ട മയക്ക. കാര്യമായ സഡേഷൻ നിനക്കുണ്ട്. ആരോ നിനക്ക് വിഷം തന്നിട്ടുണ്ട്. ഈ ഓപ്പറേഷന് മുമ്പേ നമ്മൾ എന്തോ ചെയ്യും? മയക്കും ഇല്ലയോ? അനസ്തീഷ്യ കൊടുക്കും ഇല്ലയോ? അങ്ങനെ ഇല്ലയോ? നേഴ്സുമാരൊക്കെ പറ ആണ് ആടെ നേഴ്സ് അല്ലാത്തവരാണെന്നാ പറയുന്നത് ഇല്ലയോ? സഡേഷൻ കൊടുത്ത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറോട് ചോദിക്കുക എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, മയക്കത്തില്ല. അപ്പൊ ചെന്ന് വിളിച്ചു, ഡാർലി മോളെ, മയക്കത്തില്ല. ദൈവം സംസാരം ഷൗമേലെ എന്ന് വിളിച്ചോലെ നിന്നെ 100 വിളി വിളിച്ച നീ മയക്കത്തില്ല. വീട്ടിലും മയക്കം, ചർച്ചിലും മയക്കം, മൊത്തത്തിൽ മയക്കം. കോൺട്രാക്ട് എടുത്തേക്കുക. നിന്നെ ആരാ മയക്കിയേ? നിന്റെ മുമ്പിൽ മായാത്ത ചിത്രമായി നിൽക്കേണ്ട ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. നിങ്ങൾക്കറിയോ, ഞാനൊരു ദൂത് പറയാം. നീ ജയിക്കാൻ തുടങ്ങിയാൽ നിന്റെ ചരിത്രം മാറും. ഓ ഹല്ലേലൂയ. ഞാൻ ആരോടൊക്കെ പ്രവചിച്ചു പറയാ, ഏതു സ്ഥലത്ത് നീ തോറ്റോ, ഏതു ദേശത്ത് നീ തോറ്റോ, ഏതു കമ്പനി നീ തോറ്റോ, പ്രസംഗിക്കുന്ന എന്നോട് പോലും ദൈവം സംസാരിക്കാൻ ഒരു വലിയ ജയം വരാൻ പോവാ. എന്റെ ചിന്തയിലില്ലാത്തൊരു ദൂത് എനിക്ക് കയറി വന്നുകൊണ്ട് ഞാനൊന്ന് പറയാൻ പോവാ. ജീസസ്. ഉൽപ്പത്തി പുസ്തകം എടുത്താട്ട് 32-ാം അധ്യായം എടുത്തേ, വാക്യം കണ്ടുപിടിക്കട്ടെ. ജീസസ്.
ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം എടുത്തേ. ജീസസ് 28-ാമത്തെ വാക്യം വായിച്ചേ. 28. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട്, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനിയും യാക്കോബ് എന്നല്ല, യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. നിന്റെ പേർ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാ, ബൈബിള് പറയാ നിനക്ക് ജയിക്കാൻ പറ്റും. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ജയിക്കാൻ പറ്റുമെന്ന് പറ. ഓ, എന്നോട് ദൈവത്തിന്റെ ആത്മാ പറയാ, ചിലരുടെ വർഷങ്ങളായി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന വിഷയത്തിനകത്ത് ഈ ദിവസങ്ങളിൽ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ജയം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. ഈ യാക്കോബിനെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത്, ഈ മൽപ്പിടുത്തത്തെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥനയാണ്. എന്തുവാ അച്ഛാ? ഒന്ന് കൈവെക്കാവോ അച്ഛാ? എന്നോട് കർത്താവ് അച്ഛനോടൊരു കാര്യം പറയാൻ പറയും. പ്രാർത്ഥന കൊണ്ട് നീ മല്ല് പിടിച്ച് ജയിക്കേണ്ടവനാണ്. നിന്റെ പേര് ദൈവം മാറ്റിയിട്ടു എന്ന് പറയത്തക്കവണ്ണം നിന്റെ പേര് പ്രസിദ്ധമാകാൻ പോവാ. നിന്റെ വീട് ദൈവത്തിന്റെ ബഥേലാകത്തക്കവണ്ണം ഹോളി സ്പിരിറ്റ് എന്നോട് പറയുന്നു, ചില ജില്ലകളിലുള്ള ഉണർവ്, പ്രത്യേക കൊല്ലം, ചില ജില്ലകളിലെ ഉണർവ്, ഓ ലോർഡ്, ഈ ദിവസങ്ങളിൽ നിന്റെ കൈകളിൽ ഫലമേൽപ്പിക്കാൻ പോവാ. ഒരു പ്രാർത്ഥനാ മനുഷ്യനായി എഴുന്നേറ്റോ. ആ പുറകിൽ ഒരു അച്ഛൻ നിപ്പുണ്ട്, ഈ ഭിത്തിയച്ചാരി. അച്ഛാ ഒന്ന് കൈവെക്കാവോ? ലോർഡ്, ഞാനൊരു കാഴ്ച കാണുക. ലോർഡ്, ഒരു പാത്രത്തിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുമായിട്ട് ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുക്കൽ വരിക. അപ്പൊ ഞാൻ നോക്കിയത് എന്താന്ന് നോക്കിയപ്പം, ലോർഡ്, നിന്റെ അസ്ഥികളിൽ ഒരു വലിയ വിടുതൽ വ്യാപരിക്കാൻ പോവാന്ന് ആത്മാവ് എന്നോട് പറയുന്നു. നിന്റെ കഷ്ടകാലങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടോണ്ട് നിന്റെ ജീവിതത്തിന്റെ നല്ല കാലം തുടങ്ങാൻ സമയം അടുത്തെന്ന് പറയാൻ. ഓ, നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിച്ചിരുന്നേ, ഒരാളോടല്ല, നീ വിട്ടിരിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിന് സംസാരിക്കാനുണ്ട്. എന്നോട് ദൈവത്തിന്റെ ആത്മാവ്, എത്ര പേർക്ക് വിശ്വാസമുണ്ടൊരു ജയം സംഭവിക്കുമെന്ന്? എത്ര പേർക്ക് വിശ്വാസമുണ്ടൊരു ജയം സംഭവിക്കുമെന്ന്? എന്നോട് ചില ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിന്നെ എവിടെ തോൽപ്പിച്ചോ, എവിടെ നീ തല കുനിച്ചോ, അവിടെ തന്നെ കൃപ കൃപ കൃപ. ഇന്നത്തെ പ്രാർത്ഥന ജയിക്കുന്ന പ്രാർത്ഥനയാ. ഇന്നത്തെ പ്രാർത്ഥന ജയത്തിന്റെ പ്രാർത്ഥനയാ. 2026 ജനുവരി മാസം തീരുന്നതിന് മുമ്പ് നിന്റെ അകത്ത് പ്രാർത്ഥനയുടെ ജ്വലനം. അല്പനേരം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. ഇച്ചിരി മിനിറ്റോട് ഞാൻ പറഞ്ഞിട്ട് ഈ ദൂതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരാം. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ടു പറ, നിനക്കൊരു ജയം ഉണ്ടെന്ന് പറ. നമുക്ക് മായ്ക്കാൻ പറ്റാത്തൊരു വാക്യം വചനത്തിലുണ്ട്, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്റെ, ഒന്ന് ഉറക്കെ പറഞ്ഞു, എന്തുവാ? നീതിമാന്റെ കൂടാരത്തിലുണ്ട്. ഒന്ന് പറഞ്ഞ ആമി. ഇനി നെഞ്ചത്ത് കൈവച്ചോറ, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം എന്റെ കൂടാരത്തിലുണ്ട്. ആമി സിസ്റ്ററെ, നിന്റെ വീട്ടിൽ അത് നടക്കാൻ പോവാ. നിന്റെ വീടിനകം ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോകുകയാ. ആ പ്രതിസന്ധിക്ക് അതിരുണ്ട്. നിന്റെ കുടുംബത്തെ പരാജയപ്പെടുത്തിച്ച ഒരു ദുഷ്ടശക്തി നിന്റെ വീടിനോട് ബന്ധപ്പെട്ടുണ്ട്. ഇന്നിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യവയപ്പം ഉരുണ്ടു വന്ന് കൂടാരത്തെ മറിച്ചതുപോലെ ഇന്ന് പകൽ കൃപയുടെ യവയപ്പം നിന്റെ കുടുംബത്തെ നോക്കി ഉരുളുകയാ. ദൈവശക്തി. ചിലർ പരിശുദ്ധാത്മാവിൽ നിറയുന്നു, ചിലർ ദൈവശക്തി.
കൃപയുടെ യവയപ്പങ്ങൾ ഉരുളുകയാ. ശത്രുവിന്റെ കൂടാരങ്ങളെ മറിക്കുന്ന ചില ദൈവകൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ചിലരെ ബാധിക്കുന്ന രോഗാത്മാവ് കണ്ടോ, ദൈവശക്തി ചിലരെ തൊടുന്നു. ദൈവശക്തി ചിലരെ ഇവിടെ വ്യാപരിക്കുന്നത് യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവരുടെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നിന്റെ മർത്യ ശരീരത്തില് നിന്റെ കുടുംബത്തെ ബന്ധിച്ച ആഭിചാരത്തിന് 10 വർഷം പഴക്കമുണ്ടെങ്കിലും ഇന്ന് ക്രിസ്തുവിൽ ജയമുണ്ട്. കൃപ ജയമെടുക്കണം. നിന്റെ വിശുദ്ധിയെ തകർക്കുന്ന ആ വ്യാപാരത്തിന്മേൽ ജയമെടുക്കണം. നിന്റെ പ്രാർത്ഥനയെ ഞാൻ വീണ്ടും ആ വചനം കയറി വരുന്നു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, വരാൻ പോകുന്ന ക്രിസ്തു, മധ്യസ്ഥത കഴിക്കുന്ന ക്രിസ്തു, ജയാളിയായ ക്രിസ്തു, മരണത്തെ ജയിച്ച ക്രിസ്തു, പാപത്തെ കാര്യമേ പറയാനുള്ളൂ. ക്രിസ്തു എന്റെ യേശു. ചിലരുടെ അകത്ത് ആത്മാവിന്റെ തീ കത്തുക. എന്നും മടുപ്പ്, എന്നും പരാജയം, എന്നും ദാരിദ്ര്യം, എന്നും ശൂന്യത, എന്നും തകർച്ച, എന്നും വെല്ലുവിളി. ഞാൻ കൊഴഞ്ഞു കാപ്പി ബ്രദറെ, ഞാൻ കൊഴഞ്ഞു പാസ്റ്ററെ. നോ, ഇല്ല. ഈ മയക്കത്തിൽ എഴുന്നേൽക്കണം. സഭയെ മയക്കത്തിൽ എഴുന്നേൽക്ക. ക്രിസ്തുവിന്റെ റെവലേഷൻ. രോഗസംഘം നിന്റെ ശരീരം പിശാചിന് ചാടിക്കളിക്കേണ്ട കളിസ്ഥലമല്ല, പരിശുദ്ധാത്മാവ് ഇറങ്ങേണ്ട സ്ഥലമാ. നിന്റെ ശരീരം രോഗാത്മാവിന് കൃപ റിസീവ് ഇറ്റ്. ദൂതിനെ സ്വീകരിച്ച് വചനത്തെ സ്വീകരിച്ച് Lord, സകല ശാപങ്ങളും അഴിയുക. സകല നിന്നെ തോൽപ്പിച്ച എല്ലാ സ്പിരിറ്റും ഇന്ന് നിന്റെ മുമ്പിൽ തോക്കാൻ പോവാ. നിനക്ക് പകരുന്ന അഭിഷേകം ഇവിടെ ഒറ്റ കാര്യമേ നടക്കുന്നുള്ളൂ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഞങ്ങളുടെ ശുശ്രൂഷയിൽ നിൽക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു പാതാള ശക്തികളെ ജയിക്കുന്ന, മരണപാശങ്ങളെ അഴിക്കുന്ന, ദുരാത്മ മേഖലകളെ പൊളിക്കുന്ന, ശാപശക്തികളെ അഴിക്കുന്ന ആ ക്രൂശ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാന് 1.5 മണിക്കൂറായി പ്രസംഗം തുടങ്ങിയിട്ട് ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങൾക്കുള്ളിൽ തോന്നുന്നുണ്ടോ? ഞാൻ പ്രവചിക്കുന്നൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടോ? ലോർഡ്, നിങ്ങളെ മയക്കത്തിൽ നിന്ന് ആത്മാവ് തട്ടി ഉണർത്തുക. പത്രോസേ, നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിനക്ക് ചങ്ങലയുണ്ട്, നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിനക്ക് കുരുക്കുണ്ട്. പക്ഷെ ദൂതൻ തട്ടി നീ ഉണർന്നാൽ പിന്നെ നിനക്ക് ചങ്ങലയില്ല, പിന്നെ നിനക്ക് തടസ്സങ്ങളില്ല, പിന്നെ നീ മറുപടിയാണ്. ആര് ചങ്ങലയിട്ടാലും, ഏതു മന്ത്രവാദി ചങ്ങലയിട്ടാലും നിത്യം എന്നെ കർത്താവ് കാണിക്കാം, നിത്യം നിന്നെ ദ്രോഹിക്കുന്ന ചിലരുടെ പേര് നിന്റെ മുമ്പിൽ വന്നു നിൽപ്പുണ്ട്. ഇന്ന് പകൽ ഇനി അവര് ദ്രോഹിക്കട്ടെ. പക്ഷെ ദൈവം നിന്റെ അകത്ത് വെളിപ്പെടണത് ക്രിസ്തു എന്ന റെവലേഷനാ. ഞാൻ ശാന്തമായി പ്രസംഗിക്കാനായി ദൂതെടുത്തേ, പക്ഷെ ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നത് ക്രിസ്തു ആയതുകൊണ്ട് ശാന്തമാകാൻ പറ്റത്തില്ല. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ വീടിരിക്കുന്ന മണ്ണിനകത്ത് വരെ വിടുതൽ വ്യാപരിക്കും. യേശുവിന്റെ നാമത്തില് നിന്റെ അകത്ത് ദൂത് വെളിപ്പെടുക. വെളിച്ചം ചെല്ലുന്നിടത്ത് ഇരുട്ട് പോകാൻ പറയണ്ട, ഇരുട്ട് പോയിരിക്കും. നിന്നെ ഒരു വെളിച്ചമാക്കാൻ പോവുക, നിന്നെ ഒരു പ്രകാശമാക്കാൻ പോവുക, നിന്നെ ഒരു സമയം
തിരുവനന്തപുരം വെള്ളയമ്പലം പഞ്ചായത്ത് ഹാളിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവമഹത്വം, ഇറങ്ങി നിൽക്കുന്ന ദൈവമഹത്വം, ക്രിസ്തുവിന്റെ റെവലേഷൻ. ഹേ മന്ത്രവാദിയെ നീ എവിടെ? ഹേ അഭിചാരക നീ എവിടെ? ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെ ആരോ ക്ഷുദ്രം ചെയ്തിരിക്കുന്നു. അവി ഉറക്കത്തിൽ എഴുന്നേരെ. മഹത്വം ഇതിനകത്ത് വ്യാപരിക്കുക. ഇന്ന് നിന്റെ ശാപങ്ങൾ നീങ്ങിപ്പോകണം. ഇന്ന് നിന്റെ പാപങ്ങൾ നീങ്ങിപ്പോകണം. ആമേൻ. നിന്റെ ശരീരം വിശുദ്ധമാകേണ്ടതാണ്. പക്ഷെ നിന്റെ അകത്ത് എന്തൊക്കെയോ കുത്തി നിറച്ച്, ലോകവും ജഡവും പിശാചും നിന്റെ അകത്ത് കുത്തി നിറച്ച്, നിന്റെ അകത്തെ ക്രിസ്തു എന്ന റെവലേഷനെ ആമി കെടുത്തി കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ നിന്റെ ജഡത്തിന്റെ സഡേഷൻ വിട്ട് പ്രയോജനപ്പെടേണ്ട ചിലതിനകത്ത് ഇരിപ്പുണ്ട്, ഉപയോഗിക്കപ്പെട്ട ചിലതിനകത്ത് ഇരിപ്പുണ്ട്. അമ്മി ദൈവത്തിന് സ്തോത്രം. അമ്മി ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഈ അമ്പൂരിയുടെ ഹൃദയഭാഗത്ത് വ്യാപരിക്കുന്ന ദുരാത്മാക്കളെ പിടിച്ചു കെട്ടാൻ അധികാരമുള്ള ക്രിസ്തുവിന്റെ റെവലേഷൻ. Glory to God. എവിടോ മഹത്വം ഇറങ്ങുന്നു, എവിടോ മഹത്വം. ചില കെട്ടുകൾ എനിക്ക് കാണാം, ചിലതിന്റെ ബന്ധനങ്ങൾ. ചിലരോട് പറയാ, ആ ബന്ധനത്തിന് ഇന്നൂടെ ആയുസുള്ളൂ. നിന്റെ അകത്ത് റെവലേഷൻ വെളിപ്പെട്ടാൽ, പത്രോസേ നീ എഴുന്നേറ്റാൽ ചങ്ങലയ്ക്ക് പൊട്ടിയേ പറ്റൂ, വാതിൽ തുറന്നേ പറ്റൂ. ഇരുമ്പ് വാതിൽ